ഇന്ന് 2020 നവംബർ 16 തിങ്കളാഴ്ച. മാധ്യമം മുഖപ്രസംഗം. വിമർശനങ്ങളെ നേരിടേണ്ടത് അടിച്ചൊതുക്കിയല്ല. വായിക്കുന്നത് നജീബ് പ്രതീക്ഷ. തുടരെ രാജ്യത്തെ പരമോന്നത കോടതി സ്വാതന്ത്ര്യ ജനാധിപത്യവാദികളുടെ പ്രതികൂല നിരൂപണത്തിന് ഇടം കൊടുക്കുന്നു എന്നത് അസ്വാസ്ഥ്യജനകമാണ്. അർണബ് ഗോസ്വാമി എന്ന റിപ്പബ്ലിക് TV അധിപന് ജാമ്യം നൽകുന്നതിൽ കാണിച്ച അസാധാരണമായ വേഗവും താൽപര്യവുമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കുനാൽ കംറ എന്ന ഹാസ്യ കലാകാരനെതിരെ കോടതി അലക്ഷ്യക്കേസിന് ശുപാർശ ചെയ്തത് അമിതാവേശത്തിന്റെ പുതിയ ഉദാഹരണമാണ്. ആ ചൂണ്ടയിൽ കോടതി കൊത്തരുതെന്നാണ് ജനാധിപത്യവാദികൾ പൊതുവെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അർണബിന്റെ കാര്യത്തിൽ കോടതി കാണിച്ച അമിതാവേശം ജുഡീഷ്യറിയുടെ യശസ് ഉയർത്തുന്നതായിട്ടില്ലല്ലോ. ഒരു ആത്മഹത്യാ പ്രേരണ കേസിൽ അർണബിനെയും വേറെ രണ്ടുപേരെയും മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടാവാം. ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിച്ചതിന്റെ ഫലമറിയും മുമ്പേ അർണബ് ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു. മുറ തെറ്റിച്ചതിനാൽ ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളി. ഇത് അസാധാരണമല്ല. കീഴ്ക്കോടതിയിൽ ചെന്ന് സമയം പാഴാക്കാൻ നിൽക്കാതെ അർണബ് ഹൈക്കോടതി തീർപ്പിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്നതാണ് പിന്നെ കണ്ടത്. കീഴ്ക്കോടതി കേസ് കേൾക്കാനിരുന്ന സമയത്ത് വന്ന അപേക്ഷ സുപ്രീം കോടതി പതിവില്ലാത്ത മട്ടിൽ ഉടനെ തന്നെ പരിഗണനയ്ക്കെടുത്തു. അതേ ദിവസം തന്നെ ഇടക്കാല ജാമ്യവും നൽകി. ഇത് രാജ്യത്തെ നിയമവൃത്തങ്ങളിലും ജനാധിപത്യവാദികളിലും അമ്പരപ്പുളവാക്കിയത് ജാമ്യം അന്യായമായതിനാലല്ല, മറിച്ച് സമാനമായ അനേകം കേസുകളിൽ കോടതി കാണിച്ചുവന്ന ഉദാസീനതയുമായി ഇതിനുള്ള വല്ലാത്ത അന്തരം തിരിച്ചറിഞ്ഞാണ്. ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി തന്നെ സമ്മതിച്ചിട്ടും സുധാ ഭരദ്വാജ് എന്ന അഭിഭാഷകയ്ക്ക് കോടതി ജാമ്യം നൽകിയില്ല. ഹൈക്കോടതിയെ സമീപിക്കാൻ ഉപദേശിച്ച് അവരെ മടക്കുകയാണ് പരമോന്നത കോടതി ചെയ്തത്. സിദ്ദീഖ് കാപ്പൻ എന്ന മലയാളി ജേർണലിസ്റ്റിനെ UP പോലീസ് തടവിലാക്കി UAPA ചുമത്തിയത് ജാമ്യം ഉടനെ ലഭിക്കാതിരിക്കാനാണ്. ആ കരിനിയമം മറ്റു പലർക്കുമെതിരെ അധികാരികൾ ചുമത്തിയതിന് പിന്നിലും കാരണം മറ്റൊന്നായിരിക്കില്ല. അക്കാര്യം പരിശോധിക്കാനുള്ള ജാഗ്രത കോടതികൾ കാണിക്കാതിരിക്കുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തെ പരമമായി കരുതുന്നു എന്ന് അർണബിന്റെ കാര്യത്തിൽ കോടതി എടുത്ത നിലപാടാണ് റദ്ദായി പോകുന്നത്. ആസിഫ് സുൽത്താൻ എന്ന കശ്മീരി ജേർണലിസ്റ്റിനെ 2018 അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കീഴ്ക്കോടതി ജാമ്യം നിഷേധിച്ചു. തുടർന്ന് ജാമ്യം കിട്ടാത്ത ആരോപണങ്ങൾ കൂടി പോലീസ് കുറ്റപത്രത്തിൽ ചേർത്തു. 800-ലധികം ദിവസമായി അദ്ദേഹം തടങ്കലിലാണ്. മാധ്യമപ്രവർത്തകർക്ക് പുറമെ ഒരുപാട് പൗരാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം ഇങ്ങനെ ന്യായമായി കിട്ടേണ്ട ജാമ്യം നിഷേധിക്കപ്പെട്ട് തടങ്കലിൽ തുടരുന്നുണ്ട്. അർണബിന്റേതിന് സമാനമെന്ന് നിയമവൃത്തങ്ങൾ പറയുന്ന കബീർ കലാമഞ്ച് പ്രവർത്തകരായ 2 പേരുടെ തടങ്കൽ ജുഡീഷ്യൽ സമീപനത്തിലെ വ്യത്യാസം വ്യക്തമാക്കുന്നു. അവർ ജാമ്യമില്ലാതെ കോടതിയിൽ കേസ് പരിഗണനയ്ക്കെടുക്കുന്നത് കാത്തിരിക്കെയാണ് അർണബ് 6 ദിവസം കൊണ്ട് ജാമ്യം നേടുന്നത്. പൗരാവകാശ പ്രക്ഷോഭത്തിൽ സമാധാനപരമായി പങ്കെടുത്ത ഒരുപാട് പേർ അന്യായ തടങ്കലിലുണ്ട്. UAPA ചുമത്തപ്പെട്ട് വ്യക്തി സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് മാസങ്ങളായി കൂട്ടിലടക്കപ്പെട്ടവർ. അർണബിന്റെ ജാമ്യ വിചാരണയിൽ സുപ്രീം കോടതി ജഡ്ജി ചന്ദ്രചൂഡ് ചോദിച്ചത് ഒരു ഭരണഘടനാ കോടതി എന്ന നിലയ്ക്ക് സുപ്രീം കോടതി വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാണത് ചെയ്യുക എന്നാണ്. പക്ഷേ സത്യമോ? ഒരു ഭാഗത്ത് കോടതി ജാമ്യം കൊടുക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ പോലീസിന് കഴിയുന്നു. UAPA ചുമത്തുന്നത് ന്യായമായ കാരണത്തിനു തന്നെയോ എന്ന് കോടതികൾ കണിശമായി പരിശോധിക്കാത്തിടത്തോളം കാലം വ്യക്തി സ്വാതന്ത്ര്യം ആർക്കൊക്കെ എന്ന് തീരുമാനിക്കുന്നത് കോടതിയല്ല, പോലീസും ഭരണകൂടവുമാണ്. മറുഭാഗത്ത് ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തിൽ തന്നെയും വ്യക്തമായ വിവേചനം തുടർക്കഥയാകുന്നു. കശ്മീരിലെ ചില ഹേബിയസ് കോർപ്പസ് ഹർജികളിൽ നിസ്സാര കാരണങ്ങളുടെ പേരിൽ രാജ്യദ്രോഹം ചുമത്തിയ സംഭവങ്ങളിൽ സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തയും ട്വീറ്റും കാരണമാക്കി വ്യക്തികളെ വേട്ടയാടുന്ന വിഷയങ്ങളിൽ ഇതിലൊന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗത്തല്ല ഏറെയും ജുഡീഷ്യറി നിലകൊണ്ടുവരുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത് പ്രമുഖ ജഡ്ജിമാരും നിയമജ്ഞരും തന്നെയാണ്. അർണബിന് അതിവേഗ ജാമ്യം നൽകിയത് ചൂണ്ടിക്കാട്ടി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ദുഷ്യന്ത് ദവെ ഉയർത്തിയ സംശയങ്ങൾ വെറും തോന്നലുകളല്ലോ. ഇക്കൊല്ലം സുപ്രീം കോടതി പരിശോധിച്ച അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട 10 കേസുകളിൽ ഭരണകൂടത്തിന്റെ വാദത്തിനനുസരിച്ച് വിധി അനുകൂലമായാലും പ്രതികൂലമായാലും നൽകപ്പെട്ടതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഉദാത്തമായ തത്വങ്ങൾ പറഞ്ഞാണ് അർണബിന് കോടതി ജാമ്യം അനുവദിച്ചത്. നല്ലത്. പക്ഷേ പാർക്കിൻസൺ രോഗം ബാധിച്ച 83-കാരൻ സ്റ്റാൻ സ്വാമിക്ക് കോവിഡ് കാലത്തുപോലും കിട്ടാത്ത ജാമ്യം, അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ സ്ട്രോ വേണമെന്ന ആവശ്യം കോടതിയുടെ പരിഗണനയ്ക്കെടുത്തപ്പോൾ മറുവിശദീകരണം നൽകാൻ NIAക്ക് 20 ദിവസം സമയം നൽകിയ ഔദാര്യം, ശയ്യാവലംബിയായ 79-കാരൻ വരവറാവുവിന് കിട്ടാത്ത ജാമ്യം, അനേകം ആളുകൾ രാഷ്ട്രീയവും മറ്റുമായ കാരണങ്ങളാൽ തടങ്കലിൽ കഴിയുമ്പോഴും അകന്നകന്നു പോകുന്ന ജുഡീഷ്യൽ സംരക്ഷണം, കോടതിയുടെ പ്രഖ്യാപിത തത്വങ്ങളുമായി ചേർന്നു പോകാത്ത ഇത്തരം പരിഹാസ്യമായ അനുഭവങ്ങൾ കണ്ട് ഈ അവസ്ഥയെ കളിയാക്കുന്ന ട്വീറ്റുകൾ കുനാൽ കംറ പോസ്റ്റ് ചെയ്തു.
നിയമം ഒരു കഴുതയാണ് എന്ന് ഡിക്കൻസിന്റെ കഥാപാത്രം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. സ്വയം തിരുത്താൻ തയ്യാറാവുകയാണ് കോടതി ചെയ്യേണ്ടത്. അല്ലാതെ വിമർശനങ്ങളെ കോടതി അലക്ഷ്യം കാട്ടി ഒതുക്കാനുള്ള ശ്രമം കോടതിയുടെ വിശ്വാസ്യത തകർക്കാനേ ഉപകരിക്കൂ. പ്രശാന്ത് ഭൂഷൺ കേസിൽ കാണിച്ച അബദ്ധം ഇതിൽ കോടതി കാണിക്കില്ലെന്ന് പ്രത്യാശിക്കാം.